2 വർഷം ദൈർഘ്യമുള്ള ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി, 1 വർഷം ദൈർഘ്യമുള്ള അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടി ആൻഡ് കോസ്മെറ്റോളജി, സർക്കാർ അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സ് എന്നിവയിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായോ താഴെ കാണുന്ന നമ്പറിലോ ബന്ധപ്പെടുക. കരുളായി പഞ്ചായത്ത് സംയുക്ത ടാപ്പിംഗ് തൊഴിലാളി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കൺവെൻഷൻ നടത്തി. പുതുതായി വർദ്ധിപ്പിച്ച ടാപ്പിംഗ് കൂലി തൊഴിലാളികൾക്ക് നൽകാൻ തോട്ടം ഉടമകൾ തയ്യാറാവണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ടാപ്പിംഗ് തൊഴിലാളികളുടെ കൂലി കഴിഞ്ഞ 2024 ഓഗസ്റ്റ് 1 മുതലാണ് കരുളായിലെ ചെറുകിട റബ്ബർ കർഷക സംഘം പ്രതിനിധികളുമായി ചർച്ച ചെയ്ത് വർദ്ധിപ്പിച്ചത്. എന്നാൽ ഇതിനുശേഷം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ക്രമാതീതമായ വിലവർദ്ധനവും നിത്യോപയോഗ സാധനങ്ങളുടെ വലിയ തോതിലുള്ള വിലക്കയറ്റവും സാധാരണക്കാരായ തൊഴിലാളികൾക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ നിലവിലുള്ള കൂലി കൊണ്ട് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. ഈ സാഹചര്യത്തിൽ കൂലി വർധനവ് ആവശ്യപ്പെട്ട് ജൂണിൽ റബ്ബർ കർഷകർക്ക് ആവശ്യമായ നോട്ടീസ് നൽകുകയുണ്ടായി. ഒപ്പം കരുളായി റബ്ബർ ഉത്പാദക സഹകരണ സംഘം പ്രതിനിധികൾക്കും നോട്ടീസ് നൽകിയെങ്കിലും തൊഴിലാളികൾക്ക് കൂലി കൂട്ടി നൽകിയിട്ടില്ല. ഓഗസ്റ്റ് 1-ാം തീയതി മുതൽ മരം ഒന്നിന് വെട്ടിപ്പാലെടുത്തു കൊടുക്കുന്ന തോട്ടങ്ങളിൽ 3 രൂപയും വെട്ടിപ്പാലെടുത്ത് ഷീറ്റാക്കി കൊടുക്കുന്ന തോട്ടങ്ങളിൽ 3 രൂപ 50 പൈസയും മരം വെട്ടിക്കൊടുക്കുന്ന തോട്ടങ്ങളിൽ 2 രൂപയും കൂടി നിശ്ചയിച്ചതായി ടാപ്പിംഗ് തൊഴിലാളി യൂണിയൻ അറിയിച്ചു. കൺവെൻഷൻ പി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കക്കോടൻ നാസർ അധ്യക്ഷനായി. കെ വിജയരാജൻ, ബാലസുബ്രഹ്മണ്യൻ, രാജഗോപാൽ, അബ്ദുൽ ജബ്ബാർ എന്നിവർ സംസാരിച്ചു. കൂലിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മളെല്ലാവരും കൂടി ചർച്ച ചെയ്ത് ഏകദേശം ഒരു രൂപത്തിൽ വന്നതിന് ശേഷമാണ് ഇവിടെ നാസറാക്ക സൂചിപ്പിച്ചതുപോലെ 2024 കൂലി വർധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരുളായിലെ ചെറുകിട റബ്ബർ കർഷക സംഘടനയുമായി ആണ് നമ്മൾ ചർച്ച ചെയ്ത് കൂലി നിശ്ചയിച്ചു. ആ സംഘടനയ്ക്ക് നോട്ടീസ് നൽകി. നമ്മളെല്ലാവരുടെയും തീരുമാനപ്രകാരം, ഈ യോഗം എടുത്ത തീരുമാനപ്രകാരം ജൂൺ മാസം 19-ാം തീയതിയാണ് നോട്ടീസ് നൽകിയത്. അത് ജൂലൈ മാസം 1-ന് കൂലി വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ചില ഡിമാൻഡുകളാണ് നമ്മളതിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ജൂൺ മാസം 27-ാം തീയതിയോ 28-ാം തീയതിയോ മറ്റോ ആണ് തോന്നുന്നത്. അവരുടെ പ്രതിനിധികൾ നമ്മളെ ഫോണിൽ വിളിച്ചിട്ട് അവരുടേതായ ഒരു ന്യായം ആണ് പറഞ്ഞത്. ചെറുകിട റബ്ബർ കർഷക സംഘത്തിലെ പ്രധാനപ്പെട്ട അതിന് ഉത്തരവാദിത്വം വഹിക്കുന്ന ആളുകൾ എന്ന നിലയിൽ ഞങ്ങൾ RPS-ൽ പാലടക്കുന്നവരല്ല. അതുകൊണ്ട് ഞങ്ങൾ എടുക്കുന്ന തീരുമാനം കരുളായിലെ RPS-മായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന റബ്ബർ കർഷകർ ഈ കൂലിയെ അംഗീകരിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല. നിങ്ങൾ കരുളായിലെ റബ്ബർ ഉൽപാദക സഹകരണ സംഘത്തിന്റെ പ്രതിനിധികളുമായി അവർക്ക് നോട്ടീസ് നൽകി അവരുമായി ചർച്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം. ഇതാണ് നേരത്തെ 2024 നമ്മുടെ കൂലി നിശ്ചയിക്കാൻ മുൻകൈയെടുത്ത കരുളായിലെ കർഷക സംഘടനകളുടെ നിലപാട് അവരറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കരുളായി. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.